വർഷകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും സഭയിലെത്താൻ സാധ്യതയില്ല. ഇരു സഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരും. ജാർഖണ്ഡ് വിദ്യാർത്ഥി പ്രതിഷേധം ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കും. FCR നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം. നോബിൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതുപോലെ ഈ ഒരു നമ്മുടെ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര തുടർച്ചയായിട്ട് 16-17 ദിവസം ഒരു ആഭ്യന്തരമന്ത്രി സഭയിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല. അത് അമിത്ഷായ്ക്കാണ് അങ്ങനെ ഒരു മോശം റെക്കോർഡുള്ളത്. ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ സഭാ കാലയളവിൽ ഉടനീളം പരസ്പരം പോർവിളിച്ച് ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതെല്ലാം അമിത്ഷാ പ്രസ്താവന നടത്തണം, മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ സഭയ്ക്കുള്ളിലേക്ക് വരുന്നില്ല, ജനങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പോൾ ഇന്ന് വരാനുള്ള എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ? ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെ നടക്കാനാണ് സാധ്യത? ഇന്നിപ്പോൾ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം ഇന്നലെയും സമാനമായി തന്നെ വലിയ പ്രതിഷേധം പാർലമെന്റിൽ പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അമിത്ഷാ സഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഇന്നലെയും ഉണ്ടായില്ല. അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നു എന്നും എടുത്തു പറയേണ്ടതാണ്. ഇനിയിപ്പോൾ നാളെയാണ് വർഷകാല സമ്മേളനം അവസാനിക്കുന്നത്. നാളെ യഥാർത്ഥത്തിൽ ദേശീയഗാനം മാത്രമാണ് ഒരു അജണ്ടയുള്ളൂ. മറ്റ് നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടാകുന്ന പതിവ് അവസാന ദിവസമില്ല. അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഇപ്പോൾ എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താതിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കാരണം നിലവിൽ ഈ നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിക്കെതിരായ അതിക്രമം, അതോടൊപ്പം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിലുള്ള അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇന്നും അത് തുടരും. പാർലമെന്റ് കവാടത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്തിയാലും നടപടിയുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇരു സഭകളും പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് FCRA ബില്ലുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കും എന്നാണ്. ബില്ല് നിലവിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രത്യേക പ്രൊവിഷനായി ബില്ല് കൊണ്ടുവരാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ഒരുപക്ഷെ ബില്ല് കൊണ്ടുവന്ന് JPC വിടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണം എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതേസമയം ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ JPC വിടുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഒപ്പം യശ്വന്ത് സിംഗ് ജസ്റ്റിസ്, അദ്ദേഹം നേരത്തെ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിൽ നേരത്തെ പണം കണ്ടെത്തിയ സംഭവമുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സമിതി റിപ്പോർട്ടും ഇന്നിപ്പോൾ എന്താണെങ്കിൽ ലോക്സഭയിൽ വെക്കും. ഇന്നും സംഭവബഹുലമായിരിക്കും പാർലമെന്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാവിലെ പാർലമെന്റ് കവാടത്തിലും പിന്നീട് പാർലമെന്റ് അകത്തുമൊക്കെ വലിയ പ്രതിഷേധത്തിനാണ് സാഹചര്യം ഉള്ളത്.